പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ. നല്ല മഴയും മിസ്റ്റും ഒക്കെ ഇങ്ങനെ ഫോം ആയി വരുന്നുണ്ട്. പെയിന്റിംഗ് കാരണം ശരിക്ക് എന്റെ ഹൗസ് വാമിംഗ് ഡേറ്റ് അടക്കം എനിക്ക് നീട്ടി വെക്കേണ്ടി വന്നു. ഇതിന്റെ പീസും പിടിച്ചോണ്ട് പോയില്ലേ പെയിന്റ് കടയില്. വെറൈറ്റി സംഭവം കോർട്ട്യാർഡിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈൽ എടുത്ത് കൃഷ്ണന്റെ പുറകിലൊക്കെ വെച്ച് ഈ ഒരു സ്പേസിലേക്ക് കയറുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാൻ തോന്നുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഈ ഒരു സ്പേസിലേക്ക് നോക്കുമ്പോഴേ നമ്മളൊരു പിൻട്രസ്റ്റിലേക്ക് ഒരു പിക്ചർ കാണുന്ന ഒരു ഫീലാണേ. ഒരു ഇംഗ്ലീഷ് തീം കിച്ചൺ വേണം, അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ചെയ്യാം, എടുത്ത് മാറ്റി കൊണ്ടുപോയി വെക്കൊന്നും വേണ്ട, പുറത്തേക്ക് ഇങ്ങനെ പുള്ളി ചെയ്തെടുത്തിട്ട് നമുക്ക് ഇവിടെ കണക്ട്. നമ്മുടെ ഈ ഒരു കിച്ചണ് എത്ര ആയിട്ടുണ്ടാവും പറഞ്ഞാൽ വിശ്വസിക്കാന്നറിയില്ല. ഓക്കെ, അതൊരു സൂപ്പർ ടിപ്പാണ് കേട്ടോ. ഉള്ളിലത്തെ പാർട്ടീഷൻ എല്ലാം പ്ലൈ യൂസ് ചെയ്യുന്നതിന് പകരം തറയായാലും ഞങ്ങൾക്ക് ബാക്കിൽ ഒരാൾ നിന്ന കാണാത്ത ഹൈറ്റിലായിരുന്നു ഇതിന്റെ ഫൗണ്ടേഷൻ അടക്കം ഉണ്ടായിരുന്നത്. വെല്ല് പറഞ്ഞാൽ ഫുള്ള് പാറയായിരുന്നു. എന്നിട്ട് അതെല്ലാം പൊട്ടിച്ചിട്ട് അവർ 3 ലക്ഷം 4 ലക്ഷം രൂപയോളം അതിലേക്ക് നല്ല ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമസ്കാരം, ആർക്കിടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് മൺകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കലേഷിന്റെയും നീതുവിന്റെയും മിസ്റ്റ് എന്ന് പേരിട്ടിട്ടുള്ള ഒരു മനോഹരമായ ഈ വീടിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ആർക്കിടോക്സിൽ. ഇൻസ്പയർ ബിൽഡേഴ്സ് ഡിസൈൻ ചെയ്തേക്കുന്ന ഈ കണ്ടംപററി സ്റ്റൈലുള്ള വീട് നിൽക്കുന്നത് 7 സെന്റിൽ 1780 സ്ക്വയർ ഫീറ്റിലാണ്. അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് നീതുവിന്റെ വീടിന്റെ വിശേഷങ്ങൾ നമുക്ക് നീതുവിന്റെ അടുത്ത് തന്നെ ചോദിച്ച് അറിയാം. വെൽക്കം ടു ആർക്കിടോക്സ്. ചെറിയൊരു വിറയുണ്ട്, പക്ഷെ എന്നാലും ഡീറ്റെയിൽസ് എല്ലാം അറിയാം നീതുവിന്. പറഞ്ഞു, ഡയറക്റ്റ് പറഞ്ഞു, ഞങ്ങളെല്ലാം ഇനിയും കേട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ. എങ്ങനെയാ നമ്മുടെ ഈ ഒരു വീട്ടോട്? നല്ല രസമുണ്ട് കേട്ടോ. ചെറിയൊരു സ്ഥലത്ത് മതിയെന്നായിരുന്നോ? അങ്ങനെയൊക്കെയാണ്. ഇത് ആക്ച്വലി നമ്മുടെ തറവാട് പ്ലോട്ടാണ്. അപ്പം വീട് വെക്കണമെന്ന് ഉള്ളൊരു ടൈം വന്നപ്പോൾ ഇവിടെ തന്നെ ചെയ്യാം. അപ്പോൾ ഹസ്ബൻഡ് ഏട്ടൻ അടുത്തുണ്ട്, തറവാട് അടുത്താണ്, അപ്പോൾ നിയർ ബൈ ആയതുകൊണ്ട് ഇവിടെ തന്നെ ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ് തുടങ്ങിയത്. പക്ഷെ ഈ ഒരു പ്ലോട്ടിന്റെ റിസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ പ്ലോട്ട് ലെവലിങ്ങിന് ഒരുപാട് ബഡ്ജറ്റ് വേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കൺഫ്യൂഷൻസ് ആയിരുന്നു. എന്താ വെച്ചാൽ നമ്മുടെ ഈ മഴക്കാലത്തിന്റെ അപ്പോൾ ബാക്കിലൊരു വെള്ളച്ചാലുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു കുഴി പോലെ, പക്ഷെ അത് മഴക്കാലത്ത് നല്ല വെള്ളം വരും. അപ്പം ഞാൻ ഈ ഒരു ചെറിയ ഭാഗത്തെ വീടുകളൊക്കെ എനിക്ക് പരിചയമുള്ളൂ. അപ്പം കാണുമ്പോൾ ഒരു താഴ്ന്നൊരു ഫീൽ എപ്പോഴും. അപ്പം എനിക്കത് പറ്റില്ല. പ്ലോട്ടിന്ന് കുറച്ച് പൊന്തി അപ്പോഴല്ലേ ഒരു വീടിനൊരു അങ്ങനെ വേണമെന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ സ്ലോപ്പും ആണ്. അപ്പോൾ തറ പൊന്തിച്ചപ്പോൾ നല്ലൊരു എക്സ്പെൻസ് വന്നു. പിന്നെ ഫസ്റ്റ് ഞങ്ങൾ ഫേസ് ചെയ്ത ചാലഞ്ച് കിണറായിരുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. കിണർ പാറയൊക്കെ ആയിരുന്നു, അതിൽ കുറച്ച് എക്സ്പെൻസീവ് ആയി. പിന്നെ നമുക്ക് ബോർവെല്ല് ചെയ്യേണ്ടി വന്നു. പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, പ്ലാൻ എല്ലാം ചെയ്തു. അപ്പോൾ മനേഷ് എന്ന് പറയുന്നത് ഞങ്ങൾ നൈബറാണ്, ഫ്രണ്ടാണ്. അങ്ങനെ എന്തായാലും ആളെ തന്നെയാണ് നമ്മൾ കൂടെ കൂട്ടിയത്. അപ്പോൾ ആളും ഞങ്ങളും തമ്മിലാണ് അങ്ങനെ ചെയ്തു. നല്ല കളർ സെലക്ഷനും അതുപോലെ തന്നെ ഈ ഒരു കണ്ടംപററി സ്റ്റൈല് തന്നെ വേണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, കണ്ടംപററി സ്റ്റൈൽ വേണമെന്ന്. പിന്നെ ഒന്ന്, ഈ ഏരിയയിൽ ചുറ്റും കുറച്ച് ഓടിട്ട വീടുകളാണ്. അപ്പോൾ നമ്മുടെ സീസണിനെല്ലാം ഓടിട്ട വീടുകളിനോട് ഒരു താല്പര്യം ഉണ്ട് എല്ലാവർക്കും. മനേഷും എന്നോട് ഡ്രസ് വർക്ക് തന്നെയാണ് സജസ്റ്റ് ചെയ്തത്, ഓടിട്ട വീടാണ് സജസ്റ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് ഈ ഒരു ഭാഗത്തൊരു ചേഞ്ചിന് വേണ്ടിയിട്ടുമാണ് ഞാൻ കണ്ടംപററി സെലക്ട് ചെയ്തത്. ബൗണ്ടറി വാളൊക്കെ ആയാലും മാക്സിമം ഓപ്പൺ ആയിട്ട് തന്നെ കിട്ടിയേക്കാണ്. അതെ, മാക്സിമം എല്ലാവരും ഇതിനൊക്കെ. അതൊരു വീട് ഇപ്പൊ ഇത്ര അടുത്ത് നിൽക്കുന്നോണ്ട് തന്നെ മൊത്തത്തിൽ കെട്ടി അടച്ചൊരു ഫീലും വരണ്ട അല്ലേ, ഒരു എയർ ഫീലൊക്കെ കിട്ടാൻ വേണ്ടിട്ട്. അതുപോലെ ഈ സൈഡിലൊക്കെ കലാറ്റി ഇപ്പം എല്ലായിടത്തും കാണാറുണ്ടെങ്കിലും ഇതൊരു പാത്ത് വേ പോലെ അതിന്റെ നടുക്കൂടൊക്കെ ഉള്ള ഒരു സ്പേസ് അല്ലേ, അങ്ങനെയുള്ള സ്പേസ് മൊത്തം ഒരു ഗ്രീൻ സ്പേസിനകത്ത് നിൽക്കുന്നതിന്റെ ഒരു ഫീലൊക്കെ ഉണ്ട്. നല്ല ഓൾറെഡി പറഞ്ഞു ഈ ഒരു ഗ്രേ കളർ, പിന്നെ ആ ഒരു ക്ലേ ബ്രിക്കിന്റെ ഒരു ക്ലാഡിംഗ് ഒക്കെ ചെയ്ത് ക്ലാഡിംഗ് ആണ്. ആക്ച്വലി അതിന് നമ്മൾ ഇതിന്റെ ചെറിയ സൈസ് എല്ലാവിടെയും അവൈലബിൾ ആയിരുന്നു, പാലക്കാട് അവൈലബിൾ ആയിരുന്നു. ഇത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പർച്ചേസ് ചെയ്താണ് ആ ഒരു സൈസ് കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മൾ അതിനകത്ത് ചെറുതായിട്ടൊന്ന് പെയിന്റിങ് ചെയ്തു, അപ്പോക്സി എല്ലാം ചെയ്ത് നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് എത്തിച്ചാണ്. അത് ശരി. ഫൈനൽ ഫിനിഷ് ആണ് ഈ ലുക്ക്. മിസ്റ്റ് എന്നാണ് പേരിട്ടേക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെയിം ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ മെയിൻ ഡോറിന് നേർക്കാണ് ഇത് പെഡസ്റ്റൽ ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി മെയിൻ ഗേറ്റ് ആ ഒരു കോർണറായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, കിണറിന്റെ ഒക്കെ ആ സൈഡിലായിട്ട്. അവിടാണ് കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു കാറ് സ്പേസ് ഇഷ്യൂ ഉള്ള നമുക്ക് പഞ്ചായത്തിൽ കൊടുക്കുമ്പോൾ 3 മീറ്റർ ആ ഒരു കറക്റ്റ് സ്ഥലം ഇവിടെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മള് മെയിൻ ഗേറ്റ് അങ്ങോട്ട് വെച്ചു. പിന്നെ പോർച്ചിന് സ്പേസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ടും പോർച്ച് ഭാവിയിൽ അവിടെ ചെയ്യാമെന്നുള്ളൊരു
ഇതിലങ്ങോട്ട് മാറ്റിയതാണ്. മുറ്റം മുഴുവൻ പേൾഗ്രാസ് വെച്ച് വിരിച്ചേക്കാണ്. അതിന്റെ ഇടയ്ക്കൊക്കെ നടപ്പാത പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ. നമ്മൾ എലിവേഷനിൽ വെളിയിലാ കണ്ട ടെറാക്കോട്ട എലമെന്റ് അല്ലേ, അതെ അതെ. പിന്നെ ആ ഒരു പ്രൊഫൈലായിട്ട് കൊടുത്തേക്കുന്നതിന്റെ ഒരു ബ്യൂട്ടി ഒക്കെ വെളിയിൽ നിന്ന് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. ആ വീടിന്റെ ആ ഒരു ഷെയ്ഡിന്റെ ഷേപ്പിനനുസരിച്ച് തന്നെ ഇവിടെ ആയാലും ഒരു ജാളി വർക്ക്. ഇതിപ്പം നമ്മുടെ ലിവിംഗ് സ്പേസ് എന്നുള്ളൊരു വിഷൻ ആയിരിക്കുമല്ലോ ഇത്. അതിന്റെ ഇടയ്ക്ക് ഒരു ടെർമിനാലി ഒക്കെ കൊടുത്ത്, അപ്പൊ ഇതെല്ലാം ഓൾറെഡി പ്ലാനിലുണ്ടായിരുന്നു. ഈ പ്ലോട്ട് നീളത്തിലുള്ള ഒരു പ്ലോട്ട് ആണല്ലോ, അപ്പം അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഓപ്പണിംഗ് കൊടുത്ത് അപ്പോൾ കലാത്തിയ വെക്കണം എന്നുള്ളൊരു പ്ലാൻ അങ്ങനെയാണ് വന്നത്. വിൻഡോസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നതൊക്കെ ആയാലും വിൻഡോസും ഡോറും എല്ലാം ഞാൻ ബ്ലാക്ക് കളർ തീമിലാണ് ഫോളോ ചെയ്തത്. ബ്ലാക്ക് ഒരു മെയിൻ ഡോർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊന്ന് വുഡൻ ഡോർ ആയിരിക്കണം, പ്രത്യേകിച്ച് പാലക്കാട് ഏരിയയിലെല്ലാം വുഡൻ ഡോറാണ് എല്ലാവരും. അതൊന്ന് മാറ്റി സ്റ്റീൽ ചെയ്യുമ്പോൾ തന്നെ അതൊരു ഉൾക്കൊള്ളാൻ കുറച്ചൊരു ഇതുണ്ട്. ഇതെല്ലാം സ്റ്റീലാണ്. വുഡ് നമ്മൾ കൂടുതലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഫർണിച്ചറും സ്റ്റെയർ ഏരിയ മാത്രമാണ് വുഡ് യൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം സ്റ്റീലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പെയിന്റിങ്, ടൈലിങ് എല്ലാം കളേഴ്സ്, അതുപോലെ വാർഡ്രോബ് എല്ലാം കളർ കുറച്ച് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് അങ്ങനെ വേണ്ടാന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ന്യൂട്രൽ ഷെയ്ഡ്സിലേക്കാണ് പോയത്. അതന്നെ നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. നിങ്ങളുടെ വീഡിയോസ് ഇങ്ങനെ വാച്ച് ചെയ്യാറുണ്ടായിരുന്നു. ഈ പെയിന്റിങ് കാരണം ശരിക്ക് എൻ്റെ ഹൗസ് വാമിംഗ് ഡേറ്റ് അടക്കം എനിക്ക് നീട്ടി വെക്കേണ്ടി വന്നു. ഓൾറെഡി ഹൗസ് വാമിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്തു, ഹസ്ബൻഡ് ലീവ് എല്ലാം ആയി, അതന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു. അല്ല, ഫൈനൽ ഔട്ട്പുട്ട് നന്നായിട്ടുണ്ട്. അതെ അതെ. കയറുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും 2-3 കളേഴ്സ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ടൈൽസ് ആയാലും പെയിന്റിങ് ആയാലും എല്ലാം നോർമൽ യൂസ് ചെയ്യുന്ന കളർ വൈറ്റ് ആണ്. അപ്പോൾ വൈറ്റ് വേണ്ടാന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ അടുത്ത് ചൂസ് ചെയ്യുന്ന കളറ് നമ്മൾ അത്രയും സൂക്ഷിച്ച് വേണം സെലക്ട് ചെയ്യാൻ. കാരണം നമുക്കതൊരു വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാൻ പാടില്ല. അങ്ങനെയാണ് പിന്നെ ഈ കളറിലേക്ക് നിങ്ങളുടെ വീഡിയോ കാണാൻ ഇടയായതും ആ കളറിലേക്ക് എത്തിയതും. പിന്നെ ആ കളർ തന്നെ ഫിക്സ് ചെയ്തു. അതിന്റെ ഒരു ഡാർക്ക് ടോൺ ഗ്രേ ആണ് നമ്മൾ പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ചെറുതായിട്ടൊരു ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടും പിന്നെ പെയിന്റിങ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടും മാത്രമാണ് നമ്മൾ ഈ വീടിനൊരു ഭംഗിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ വലിയ സംഭവങ്ങളൊന്നും ചെയ്യാതെ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഒരു ഭംഗിയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു റോഡിന്റെ പാരലായിട്ട് തന്നെയല്ലേ അതിന്റെ എലിവേഷന്റെ ഒരു വീതിയൊക്കെ വന്നേക്കുന്നത്. അപ്പൊ പിന്നെ അതും നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾ എലിവേഷൻ നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സിറ്റ് ഔട്ടിന്റെ സൈഡിലായാലും ഇങ്ങനെ ചെറിയൊരു പ്ലാന്റർ ബോക്സ് ഒക്കെ വെച്ച് ഇതെല്ലാം ഓൾറെഡി ഇൻപുട്ട് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ ഇതിന്റെ? അതെ അതെ അതെ, തീർച്ചയായും ഇങ്ങനൊക്കെ തന്നെ വേണമെന്നുള്ളത്. എക്സ്റ്റീരിയർ മാത്രം നമ്മൾ വാഷബിൾ പെയിന്റ് ആണ് യൂസ് ചെയ്തത്. അൾട്ടിമാണ് എടുത്തത്. എന്താന്ന് വെച്ചാൽ കണ്ടംപററി വീടായതുകൊണ്ടും നമ്മുടെ കാലാവസ്ഥയും മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും വാഷബിൾ പെയിന്റ് തന്നെ വേണം. എക്സ്റ്റീരിയർ വാഷബിളാണ് യൂസ് ചെയ്തത്, ഗ്ലോസി ഫിനിഷ്. ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത്തയുടെ ആ ഒരു വീഡിയോ നിന്ന് ഇത്തയുടെ വീടിന്റെ സെയിം പെയിന്റ് കോഡ് എടുത്താണ് ചെയ്യുന്നത്. നന്നായിട്ട് ഈ വീടിനും ചേരുന്നുണ്ട്. അല്ല, നമ്മുടെ കോഡ് എന്തായിരുന്നു ആക്ച്വലി? 8308 ഏഷ്യൻ പെയിന്റ്സിന്റെ വിസ്പറിംഗ് സ്മോക്ക് അല്ലേ? ഒരു സ്മോക്കി ഫീല് ആ ഒരു പെയിന്റിന് ആ ഒരു അതെ 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 ആ ഒരു ഫീലാണ്. മറ്റേ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഐ കാർഡ് ഇട്ടേക്കാം, നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഫ്ലോർ ടൈലിലും കൊടുത്തിരിക്കുന്നത് ഒരു ലപ്പോത്ര ഗ്രാനൈറ്റിന്റെ ഫിനിഷ് ഉള്ള ടൈലാണ്. അതെ അതെ, ടൈൽസ്. ഏത് ബ്രാൻഡിന്റെ? ഇത് കജാരിയാണ്. കജാരിയുടെ ഒരു 12 mm തിക്നെസ് ഉള്ള ഫ്ലോർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബോർഡർ പോലെ പോയിട്ടുണ്ട്. അതെ അതെ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ടൈലോ? ഇത് സിൽവാന്റെ ബ്രാൻഡാണ്. 160/80 സൈസ്. അതെ അതെ. ആക്ച്വലി എനിക്ക് മാറ്റ് ഫീൽ വേണമെന്നായിരുന്നു. ടൈൽസിനും കുറച്ച് നടന്നിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ഷോപ്സ് കയറി. പക്ഷെ മാറ്റ് ഫീൽ വേണം, എന്നാൽ മാറ്റ് ഒരു ക്ലീനിങ് റിസ്ക് ആണ് എന്ന് എല്ലാവരുടെയും ഒരു സജഷൻ ഉണ്ടായിരുന്നു. ബേബി സാറ്റിൻ എന്ന് പറയും, സാറ്റിൻ ഫിനിഷ് ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ആയാലും ഒരു ആ ഒരു സ്പേസിനകത്ത് നിങ്ങൾ മെറ്റലും പെബിൾസും എല്ലാം ഇട്ട് മിക്സ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടായാലും കുളമായിട്ടില്ല, വൃത്തിയായിട്ടുണ്ട്. നല്ല ചെറുതായിട്ട് ക്രീപ്പറും ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ വിൻഡോ സ്റ്റീലിലാണ്. ഇത് പിന്നെ ഈ ഒരു പോർഷൻ മാത്രം ഇത് നിങ്ങൾ മൾട്ടി വുഡ് പ്ലൈവുഡെല്ലാം പുറത്തേക്ക്. അതെ, പ്ലൈവുഡ് ജസ്റ്റ് ഒരു ബോർഡർ പോലെ ഒരു ഡോർ ഒക്കെ ആയിട്ടൊരു മാച്ച് ചെയ്യാൻ അതിന്റെ പുറത്ത് ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ലാമിനേറ്റ് ചെയ്തതാണ്. കോബ് ലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ. നല്ല മഴയും മിസ്റ്റും ഒക്കെ ഇങ്ങനെ ഫോം ആയി വരുന്നുണ്ട്. സ്റ്റീൽ ഡോർസ് ഓപ്റ്റ് ചെയ്യാൻ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഇല്ല, ചെതലിന്റെ ഇഷ്യൂ കാരണം. അതിനെല്ലാം ഇപ്പോ സൊല്യൂഷൻസ് എല്ലാം ഉണ്ട്, എന്നാലും ആ ഒരു ഇഷ്യൂ കാരണം കൊണ്ട് മാത്രമാണ് സ്റ്റീൽ ഓപ്റ്റ് ചെയ്തത്. ഈ ഫിനിഷിന് വല്ല പേരോ വല്ലതും ഉണ്ടോ? ഇത് ഹവായ് ഡോൾസ് ആണ്. വുഡന്റെ തന്നെ സ്റ്റീൽ ഡോൾസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതാണ് എനിക്കൊരു സംതിങ് സ്പെഷ്യൽ ആയിട്ടൊരു ഫീൽ ചെയ്തത്. ഇതിന്റെ ആ ഒരു ഫീല്, മാറ്റ്, അതേസമയം ആ ഒരു ബ്ലാക്ക്, ആ ഒരു എനിക്ക് ആ ഫീൽ ഇതിന്റെ
പുറത്ത് പിടിക്കുമ്പോഴുള്ള ഒരു ടെക്സ്ചേർഡ് ഒരു ഫിനിഷ് ഉണ്ട്. അതെ അതെ, ഒരു ഹൊറിസോണ്ടൽ സ്ട്രൈപ്സ് പോലെ ഒരു പാറ്റേൺ പോയിട്ടുണ്ട് ഇതില്. രസമായിട്ടുണ്ട്. അടുത്ത് നിൽക്കുമ്പോഴാണ് ആ ഒരു സ്ട്രൈപ്സ് കാണുന്നത്. നന്നായിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അകത്തോട്ട് കയറിയിട്ട് കാണാം. വീടിന്റെ ഉള്ളിലേക്ക് കടന്നു. ഇതിനുള്ളിൽ എനിക്ക് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കയറി വന്ന കേട്ടോ. അപ്പോൾ അടിപൊളി ലിവിങ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര സിമ്പിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസിലേക്ക് നോക്കുമ്പോഴേ നമ്മളൊരു പിൻട്രസ്റ്റിലേക്ക് ഒരു പിക്ചർ കാണുന്ന ഒരു ഫീലാണേ. ഈ ഒരു പ്ലാന്റും നല്ലൊരു പ്ലാന്റർ ബോക്സും അതുപോലെ കുറച്ച് ഷാഡോയും ലൈറ്റും ഒക്കെ ഒരു കോർണർ നല്ല രസമുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതൊക്കെ നീതിന്റെ സ്വന്തം ഐഡിയകൾ തന്നെയാണോ? ചില കാര്യങ്ങൾ അതുപോലെ തന്നെ വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അത് മനീഷിനോട് സംസാരിക്കും, മനീഷ് അത് കൂടെ നിന്ന് ചെയ്തു തന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫർണിച്ചറൊക്കെ ആണെങ്കിലും നല്ല എലഗന്റ് ആയിട്ട് ഒരു 8-10 പേർക്ക് ഇരിക്കാവുന്ന ആ ഒരു ലെങ്തിൽ തന്നെയാണ് ഈ ഒരു സൈഡിലെ സോഫ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ചെയറും പിന്നെ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കോഫി ടേബിളും അതൊക്കെ എങ്ങനെയായിരുന്നു? ഫർണിച്ചർ എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യിപ്പിച്ചാണ്. ഒരു നോർമൽ കാണുന്ന ഒരു പാറ്റേൺ ഡിഫറെന്റ് ആയിരിക്കണം എന്നുണ്ടായിരുന്നു. വുഡൻ റീപ്പർ പോയപ്പം അതിനോടൊരു കോംബോ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാറ്റേൺ ചൂസ് ചെയ്തത്. സാധാരണ കാണുന്ന ഒരു കോഫി ടേബിൾ വേണ്ട, എൻ്റെ ഒരു കണ്ടംപററി വീടിന് ക്ലാസിക് ലുക്ക്. അതെ, ഒരു ക്ലാസിക് ലുക്ക് വേണം. ഒരുപാട് ബഡ്ജറ്റ് ഉള്ളൊരു വീടല്ല എൻ്റെ. അപ്പൊ അതിനകത്ത് എനിക്ക് ആ ഒരു ലുക്ക്, റിച്ച് ലുക്ക് എങ്ങനെ കൊണ്ടുവരാന്നാണ് നല്ല രീതിയിൽ ചിന്തിച്ചെടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇണക്കി ചേർത്ത് അല്ലേ വീട് അടിപൊളിയാക്കാം എന്നുള്ളതായിരുന്നു ചിന്ത. ബഡ്ജറ്റ് നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഈ കർട്ടൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ ആ ഒരു ബ്ലാക്ക് സ്മോക്കി ആ ഒരു തീമിലോട്ട് ബ്ലെൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഈ ഒരു ഏരിയ കുറച്ചുകൂടെ ഒരു ഹൈലൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഈ വുഡൻ റീപ്പർ ഇങ്ങനെ പോയേക്കുന്നത് ഈ ഒരു വോളിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു ലെങ്തിനെ ഒന്ന് കട്ട് ഓഫ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മുന്നോട്ട് നടക്കുമ്പം നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ ആ ഒരു സ്പേസിൽ പൂജ സ്പേസും അതുപോലെ TV കൺസോളൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കും. അതും വളരെ സിമ്പിൾ ആയിട്ട് മതി, പൂജ സ്പേസ് അങ്ങനെയായിരുന്നു. അതെ അതെ, ശരിക്കും വീതി കുറവുള്ള നീളത്തിലുള്ള ഒരു ഹോളാണ്. ആക്ച്വലി ഇവിടെ ഒരു സെമി പാർട്ടീഷൻ കൊടുത്തിട്ട് ഹോള് ഡിവൈഡ് ചെയ്യാന്നൊക്കെ ആയിരുന്നു. ഓപ്പൺ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാർട്ടീഷൻ വേണ്ട, ഒറ്റ സ്പേസിൽ ഒരു സിമ്പിൾ ആയിട്ടൊരു TV യൂണിറ്റും ഒരു പൂജ യൂണിറ്റും മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇങ്ങനെ ഒരു യൂണിറ്റ് എത്തിയത്. എങ്ങോട്ടെങ്കിലും ഈ ഒരു സ്പേസിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ലൈറ്റ്സിന്റെ ആ ഒരു ഷാഡോസും നല്ല രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈറ്റപ്പ് ചെയ്തിട്ടുള്ളതിൽ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ട്യൂബ് ലൈറ്റ് ആണ്, പക്ഷെ അത് മുകളിലേക്ക് സെറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഡയറക്റ്റ് നമ്മുടെ ഫേസിലോട്ടൊന്നും അടിക്കുകയോ അങ്ങനെയൊന്നും അല്ല. കോബെല്ലാം നമ്മൾ ആ ഒരു എത്ര ഡിസ്റ്റൻറ്റിൽ ആ ഒരു ഫോക്കസ് എങ്ങനെ കിട്ടുന്നു. അതെ, ആ കറക്റ്റ് ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്തേക്കുന്നോണ്ടാവാം വേണ്ട പിക്ചറിലേക്കൊക്കെ ഒരു സ്പോട്ട് ലൈറ്റ് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പൂജാ സ്പേസ്, ഇവിടെ ഒരു ജാളി. അപ്പൊ ഇതിൽ നിന്ന് രാവിലത്തെ ആ ഒരു വെളിച്ചം അല്ലേ, ഇതൊക്കെ ഭയങ്കര രസമായിരിക്കും. ഈ ഒരു മെറ്റീരിയൽ ഇത് എന്താ സംഭവം? ആക്ച്വലി ഇതൊരു കോർട്ടിയർ ടൈലാണ്. അതിനകത്ത് ക്ലിയർ അടിച്ചിട്ടാണ് ഒരു മാറ്റ് ഫീൽ ആണ്. ഒരു കോർട്ടിയാർഡിന് പറ്റിയ ടഫ് ആണ് ഈ ടൈല്. പക്ഷെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് ആക്ച്വലി ഇതൊരു ബുദ്ധന്റെ ഒരു സ്പേസിൽ വെക്കണം എന്നായിരുന്നു. അതിനുള്ള സ്പേസും കാര്യങ്ങളും ഇവിടെ കിട്ടാത്തതുകൊണ്ട് അപ്പൊ അങ്ങനെ ചെറിയ കൃഷ്ണനെ വെച്ച് അത് പ്ലേസ് ചെയ്തു. അതിലൊരു ചെറിയ ക്ലിയർ അടിച്ച് അത് ഭംഗിയാക്കി ഒരു വുഡൻ ബോർഡർ പ്ലൈവുഡ് വിത്ത് മൈക്ക ചെയ്തു. അപ്പൊ ആ ഒരു സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഈ ഒരു ഏരിയ ഇത് നല്ലൊരു വെറൈറ്റി സംഭവമാണ്. കോർട്ട്യാർഡിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈലെടുത്ത് കൃഷ്ണന്റെ പുറകിലൊക്കെ വെച്ച് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഇതിനടിയിലൊക്കെ അല്ലേ. ടിവിയുടെ പുറത്ത് കാര്യങ്ങളൊന്നും കാണാനില്ല, എല്ലാം നീറ്റ് ആയിട്ട് ഉള്ളിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിനെ പാർട്ടീഷൻ എന്ന രീതിയിലാണ് ഈ ഒരു GP പൈപ്പ് യൂസ് ചെയ്ത് അപ്പുറം ചെയ്തിട്ടുള്ളത് അല്ലേ. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസസും ഒക്കെ സെറ്റ് ചെയ്ത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഇവിടെ പ്ലാന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഈ ഒരു പാർട്ടീഷൻ ഹൈലൈറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ ഒരു സ്പേസിലേക്ക് കയറുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാൻ തോന്നുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടുത്തെ കിച്ചൺ. ഈ ഒരു കിച്ചൺ ഭയങ്കര ഓപ്പൺ ആണ്. അതുപോലെ എനിക്ക് ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു വൈറ്റും ഗ്രീനും ഒക്കെ കൂടെ ഉള്ള ഒരു പോപ്പിംഗ് നല്ല രസമുണ്ട്. ഓക്കെ, ഇങ്ങോട്ടേക്ക് പ്ലൈയില് മൈക്ക തന്നെ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. അതെ, പ്ലൈ മൈക്ക തന്നെയാണ്, ഒരു വുഡൻ ഫിനിഷ് തന്നെയാണ് സെയിം ഫോളോ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു സ്പേസിൽ അവിടെ ഒരു ഡെക്കോർ ഒക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് അവിടെ പോപ്പ് ചെയ്തു. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വ്യത്യസ്തം ഇവിടെ അടച്ചിട്ടില്ല, അതായത് ഇവിടെ പാനൽ ചെയ്തിട്ടില്ല. ഇല്ല, ഇതൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ചെറിയൊരു GP പൈപ്പ് വെച്ചിട്ടൊരു ലെഗ് കൊടുത്ത് അതിൽ ടൈല് ചെയ്തിരിക്കുകയാണ്. ഇൻറ്റീരിയറിന് ഒരുപാട് എക്സ്പെൻസ് ഇറക്കണ്ട എന്നുള്ളൊരിതിൽ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ഓപ്പൺ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇവിടെ പാർട്ടീഷനോ
വാളൊന്നും കൊടുക്കാതെ ജസ്റ്റ് ഒരു ടോപ്പ് മാത്രം ഇട്ടിട്ട് അങ്ങനെ കൊടുക്കും. സാധാരണ എല്ലാ കിച്ചണിലും ഒരു വർക്കിംഗ് കിച്ചണും ഒരു ഷോ കിച്ചണും ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു ഷോ കിച്ചൺ ആണെന്നാണ് വിചാരിച്ചത്. എനിക്ക് 2 കിച്ചണോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഒരു ഷോ കിച്ചൺ അത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം, പിന്നെ ഒരു വർക്കിംഗ് കിച്ചൺ. ആക്ച്വലി ഇത് വർക്കിംഗ് കിച്ചണും ഇത് ഷോ കിച്ചണും ആണ് പ്ലാൻ പ്രകാരം. പക്ഷെ ഞാൻ അത് വേണ്ട, ഇതൊരു ലെങ്തി ആയിട്ടുള്ള ഒരു കിച്ചണാണ്, ആക്സെപ്റ്റബിൾ അല്ല വാസ്തുപ്രകാരം നോക്കുമ്പോൾ. ആശാരി പ്രകാരം അത് കബോർഡിന്റെ ഉള്ളിൽ അതിന്റെ ഒരു അളവ് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ആക്ച്വലി ലെങ്തി ഒരു കിച്ചൺ തന്നെയാണ്. എനിക്ക് കിച്ചണോട് കുറച്ചൊരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷ് തീം കിച്ചൺ വേണം, അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ചെയ്യാം, അതാണ്. ഇംഗ്ലീഷ് തീം കിച്ചൺ എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ നല്ല ബഡ്ജറ്റിലേക്ക് പോകും. പക്ഷെ എനിക്കത് വേണമെന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. ഫിനിഷിങ് വരയ്ക്കും ഒരു കൺസേൺ ആയിരുന്നു ഈ PU കിച്ചൺ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ എനിക്ക് ചെയ്ത് കിട്ടി. അപ്പം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ഒരു കിച്ചൺ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഈ ഒരു സൈഡിൽ വന്നിട്ട് നമുക്കൊരു മൈക്ക ലാമിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഡോസ് മാത്രം വന്നിട്ട് WPCയിൽ PU ചെയ്ത് എടുത്ത് ആ ഒരു ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇതിനിടയിലാണെങ്കിലും പ്ലൈ വിത്ത് മൈക്കയുടെ ഒരു ബോർഡ് പോയിട്ടുണ്ട്. അതിനിടയിൽ കുറച്ച് ലൈറ്റൊക്കെ കൊടുത്ത് സാധനങ്ങളൊക്കെ പ്ലേസ് ചെയ്യാനുള്ള രീതിയിൽ സെറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് ആ ഒരു നീറ്റ് ഫിനിഷ് കിട്ടിയിട്ടുണ്ട്. മിക്സർ, ഗ്രൈൻഡർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ സാധാരണ ഷട്ടേഴ്സിലാണ് കീപ്പ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇവിടെ ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ചിട്ട് ഡോറ് അങ്ങനെ ഓപ്പൺ ചെയ്താണ് ചെയ്തിട്ടുള്ളത്. എന്തായിരിക്കാം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ചൂസ് ചെയ്തത്? ഒന്ന്, ഷട്ടർ യൂണിറ്റ്സ് എക്സ്പെൻസീവ് ആണ്, ബഡ്ജറ്റ് കുറയ്ക്കാനും പിന്നെ ആ ഒരു നമ്മുടെ ഇംഗ്ലീഷ് തീം ഫോളോ ചെയ്ത് പോകാനും വേണ്ടിയിട്ടാണ് ഫ്ലൂട്ടഡ് ഗ്ലാസ്സിൽ ഡോറ് ചെയ്തത്. പുറത്തേക്ക് ഇങ്ങനെ പുള്ളി ചെയ്തെടുത്തിട്ട് നമുക്കിവിടെ കണക്ട് ചെയ്ത് അങ്ങനെ തന്നെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലേ? എടുത്ത് മാറ്റി കൊണ്ടുപോയി വെക്കൊന്നും വേണ്ട. കൗണ്ടർ ടോപ്പിൽ മിക്സിയെ കാണരുതെന്നുള്ളൊരു നിർബന്ധം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സംഭവിച്ചത്. PU പെയിന്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്തേക്കുമ്പോൾ ആ ഒരു ഗ്രീനിൽ ആ ഒരു കളർ കുറച്ചുകൂടെ ഒരു ഇംഗ്ലീഷ് ടോൺ കിട്ടുന്നുണ്ട്. അതുപോലെ ബാക്ക് സ്പ്ലാഷ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ടൈലാണെങ്കിലും ആ ഒരു ബ്രിക്കിന്റെ അല്ലേ ആ ഒരു ചെറിയ വൈറ്റ് ഒരു സ്മോക്കി തീം തന്നെ അവിടെയും പോയിട്ട് ഇതിനിടയിൽ ഇത് ഒരു ബ്രേക്കേജ് ഒന്നും അല്ല, ഇതൊരു സിംഗിൾ ടൈല് തന്നെയാണ്. സിംഗിൾ ടൈല് തന്നെയാണ്. സൊമാനിയുടെ സ്വാപ്പ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതും വളരെ ഒരു വൈറ്റ് കളറിൽ നല്ല എലഗന്റ് ആയിട്ടുള്ളൊരു കളർ ചൂസ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ബാക്ക് സ്പ്ലാഷ് ആയാലും ആ ഒരു ഇംഗ്ലീഷ് തീമിനോട് മാച്ച് ആവുന്ന രീതിയിൽ. ആക്ച്വലി ശരിക്കും ഇത് സിംഗിൾ പീസ് ടൈൽസ് ആണ് ചെയ്യുക. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ എനിക്ക് വിചാരിച്ച ആ ഒരു ഫീലുള്ള ടൈല് കിട്ടിയില്ല. ആക്ച്വലി ഇത് 4x2 ആണ് കട്ട് ചെയ്തിട്ട് ചെയ്തു. പിന്നെ ഇവിടെ ഒരു നല്ല ലെങ്തി ആയിട്ടുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല വെട്ടമൊക്കെ കയറും അല്ലേ? അതെ അതെ പകല്. അതും നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഇങ്ങനത്തെ കൊടുത്തിട്ട്. പിന്നെ നല്ലപോലെ സ്റ്റോറേജ് മുകളിലും കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് എല്ലാം കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് വുഡ് ആൻഡ് ഹോബിന്റെ സെഷൻ വന്നിട്ട് സാധാരണ നമ്മളൊരു കിച്ചണിൽ കാണുന്ന രീതിയിൽ വളരെ നീറ്റായിട്ടെല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ സാധാരണ കോബുകൾ പിടിപ്പിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഇവിടെ അഡീഷണൽ ഫോൾ സീലിംഗ്സ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതുപോലെ നമ്മൾ ലിവിങ്ങിലൊക്കെ കണ്ട സെയിം ടൈല് തന്നെയാണ് ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഓപ്പൺനെസ് കുറച്ചുകൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബഡ്ജറ്റ് കുറവ് നോക്കിയിട്ട് നമ്മൾ യൂണിറ്റ്സിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എല്ലാം നോർമലി ഉള്ള എല്ലാ യൂണിറ്റ്സ്, കട്ട്ലറി, ഓയിൽ പുൾ ഔട്ട് എല്ലാ യൂണിറ്റ്സും നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കിച്ചണ് എത്ര ആയിട്ടുണ്ടാവും ഈ ഒരു PU കിച്ചൺ ചെയ്ത് ഇത്ര നീറ്റായിട്ട് എടുത്തതിന്? പറഞ്ഞാൽ വിശ്വസിക്കാന്ന് അറിയില്ല, ഒരു 2 lakh ആണ് ഈ ഒരു കിച്ചൺ. 2 lakhന് കംപ്ലീറ്റ് ചെയ്തു. PU കിച്ചൺ 2 lakhനാണ് നമ്മൾ ചെയ്തത്. ഫുൾ WPC ആണ്. പക്ഷെ സ്ട്രക്ചർ എല്ലാം നമ്മൾ WPC വിത്ത് ലാമിനേഷൻ ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഡോർസ് മാത്രം PU ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ അറിയില്ല, പക്ഷെ ആ ഒരു PU കിച്ചൺ തന്നെ തോന്നും. അങ്ങനെയാണ് നമുക്ക് എക്സ്പെൻസ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. നമുക്കിനി അടുത്ത കാര്യങ്ങളൊക്കെ തൊട്ട് പറയും. ഇനിയും വരുന്നത് ഈ വീടിന്റെ ഒരു ഹാർട്ട് പോലത്തെ ഒരു സ്പേസ് ആണ് അല്ലേ? ഇവിടുന്നാണ് എല്ലാ ഏരിയയിലോട്ടും എക്സസ് ഉള്ള ഒരു സ്പേസ്. കിച്ചൺ ആയാലും ലിവിങ്, ഡൈനിങ് സ്പേസ് ആയാലും ബെഡ്റൂംസ് ആയാലും എല്ലാം അല്ലെ, സ്റ്റെയർ എല്ലാത്തിന്റെ ഒരു സെന്റർ ഏരിയ പോലത്തെ ഒരു സ്പേസ് ആണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ പോയിന്റ് ചെയ്തേക്കുന്ന സാധാരണ നമ്മൾ കാണുന്ന ഒരു മാറ്റ് ഫിനിഷ് എപ്പോക്സി ആണ്. ഇതൊരു ഗ്ലോസി. അതെ, ഗ്ലാസ് അപ്പോക്സി ആണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് അപ്പോക്സി, ക്ലീനിങ് ഈസി എല്ലാം ഗ്ലാസ് അപ്പോക്സി ആണ്. മറ്റേതാകുമ്പോ അതിന്റെ ആ ഒരു ഗ്രൂവിലൊക്കെ കയറിയിരിക്കും. അത് ഇതൊരു മാറ്റ് ഫീലിൽ അത് ഗ്ലാസ് അപ്പോക്സി ആയതുകൊണ്ടാണ് ആ ഒരു ഭംഗിയുണ്ട് അതിന്. ശരി. മാറ്റിൽ കണ്ടിട്ടുണ്ട്, അത് കളർ ഫെയ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. അതെ, ഒരു അഴുക്ക് പിടിച്ച തോന്നും. അതെ, ഇതിനകത്ത് അത് വരത്തില്ല. ഇപ്പൊ നേരെ ഡൈനിങ് ഏരിയയിലോട്ട് വരാം. ഇതൊരു ഡബിൾ ഹൈറ്റ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സൈഡ് ഒരു പാഷോ സ്പേസ് ആയിട്ട് ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഡൈനിങ് ആയാലും ഇപ്പൊ കാണുന്ന പോലത്തെ, ഇതിപ്പം ആർട്ടിഫിഷ്യൽ ആണോ അതോ മാർബിളിനാണോ?
അത് മാർബിൾ ആണ്. ഒരു വൈറ്റ് ആയതുകൊണ്ട് ലൈറ്റും അല്ലേ, അതെ അതെ അതെ, ഒരു 6 സീറ്റിന്റെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാണുന്ന പോലെ തന്നെ ഗ്രേഡ് തന്നെ വേറൊരു കളറിന്റെ ഒരു സ്യൂഡ് മെറ്റീരിയൽ പോലത്തെ ചെയറാണ് അല്ലേ, ഫാബ്രിക് യൂസ് ചെയ്തിട്ടുണ്ട്. തേക്ക് ഫിനിഷില് മാർബിൾ ടോപ്പില്. ഓക്കെ, തേക്ക് ഫിനിഷ്. ഇത് ടീക്ക് ആണ് അല്ലേ? അതെ അതെ. അപ്പോൾ അതിന്റെ ലെഗ് നമുക്കൊന്ന് കാണാം. ഓക്കെ, അതൊരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് അത് പോയേക്കുന്നത്. അതിനൊക്കെ ഒരു എലഗൻ ഫീൽ ഉണ്ട്. സ്മോക്കി ഗ്രേയുടെ ആ ഒരു ഇത് തന്നെയാണ്, പാറ്റേൺ തന്നെയാണ് ത്രൂ ഔട്ട് പോയേക്കുന്നത്. അപ്പോൾ ചിലയിടത്ത് ലൈറ്റിന്റെ ഒരു എഫക്റ്റ് കൊണ്ട് വരുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇനി പെയിന്റ് മാറ്റുന്നു, പക്ഷെ അതെല്ലാം ലൈറ്റിന്റെ ഒരു പ്ലേ ആണ്. അതെ, അത് ചോദിച്ചിട്ടുണ്ട്, പല കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലൈറ്റിൽ കൊടുത്തേക്കുന്ന വേരിയേഷൻ കൊണ്ടാണ് നമുക്ക് ഈ ഡിഫറൻസ് എല്ലാം ഫീൽ ചെയ്തേക്കുന്നത്. ആക്ച്വലി പറയാനാണെങ്കിൽ ആ ഗ്രേ ടോൺ തന്നെയാണ് പോയിരിക്കുന്നത്, സീലിംഗിന് മാത്രം വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പം ഡൈനിങ്ങിന്റെ ഒരു സൈഡിലായിട്ട് ഇഷ്ടംപോലെ അവാർഡൊക്കെ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് ഒരു ഷെൽഫ്, ഒരു സ്റ്റോറേജ് ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഒരു സൈഡിലായിട്ട് അതും ഒരു ഫ്ലോട്ടിംഗ് രീതിയിൽ ഉള്ള ഒരു വാഷ് കൗണ്ടറാണ്. അത് ടേബിൾ ടോപ്പ് രീതിയിൽ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ യൂസ് ചെയ്തേക്കുന്ന സ്ലാബ് ടൈലാണ് ഇട്ടേക്കുന്നത് അല്ലേ, വൈറ്റ് ആണ്. ഇതും മെറ്റീരിയൽ കിച്ചണിലെ സെയിം മെറ്റീരിയൽ തന്നെയാണോ? WPC ലാമിനേഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കിലാണെങ്കിൽ ബാക്ക് സ്പ്ലാഷ് ആയിട്ട് ഒരു ടെക്സ്ചേർഡ് ഫിനിഷ് ഉള്ള ഒരു ടൈലാണ് പോയേക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു സ്പോട്ട് ലൈറ്റ് ഒക്കെ ഉണ്ട്. കറക്റ്റ് സ്റ്റെയറിന്റെ ലാൻഡിങ് ഏരിയ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ വാഷ് കൗണ്ടറും വന്നിട്ടുണ്ട്. ഇൻവെർട്ടർ ഒക്കെ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു റട്ടൺ ഫിനിഷിലുള്ള ഒരു കൺസോളിനകത്താണ്. ആദ്യം ഇൻവെർട്ടറിന്റെ സൈസ് എടുത്തിട്ട് കസ്റ്റം ചെയ്തതാണ്. ഈ ഒരു സൈഡിൽ പാഷ്യോ സ്പേസ് ആണ് അല്ലേ. അപ്പം ഇത് വന്നിട്ട് സ്ക്വയർ ട്യൂബിൽ സ്റ്റീലിൽ തന്നെ നിങ്ങൾ ചെയ്തെടുത്തേക്കാണ് അല്ലേ. ഈ ഒരു പിന്നെ ടഫ് ആൻഡ് ഗ്ലാസ് അല്ല, നോർമൽ ഗ്ലാസ് ആണ്. അപ്പം ഈ ഒരു ഏരിയ എന്ന് ഇറങ്ങുന്നിടത്താണ് ഇവരുടെ യൂട്ടിലിറ്റി ഏരിയ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഒരു വാഷിംഗ് മെഷീനും പിന്നെ ഇതെന്താണ്, ഒരു ടോയ്ലറ്റ് ആണ് അല്ലേ? അതെ, ഒരു കോമൺ ടോയ്ലറ്റ്, ഒരു ഇന്ത്യൻ ടോയ്ലറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ എല്ലാം അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ചെറിയ കുറച്ച് കൃഷി പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തുണി നനയ്ക്കാനുള്ള സൗകര്യം, തുണി നനയ്ക്കാനും തോരക്കാനും അല്ലേ ഉള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വേസ്റ്റ് ഒക്കെ തീ എത്തിക്കാൻ വേണ്ടി കുറച്ച് ചെറിയ തൊടികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു ബുദ്ധ ഒക്കെ വെച്ചിട്ട് കുറച്ച് കലാറ്റിയൊക്കെ നട്ടിട്ടുണ്ട്. ഇനി അത് കുറച്ച് ബുഷിയായിട്ട് വരണം. ഇതിപ്പം ഒരു സ്ലൈഡിംഗ് ഡോർ പോലെ വേണ്ടാന്നുള്ളത് ഉണ്ടായിരുന്നു അല്ലേ. ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ സേഫ്റ്റി പർപ്പസാണ് ഇത്രയും ഒരു വലിയ വിൻഡോ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീലില് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും ബെഡ്റൂംസ് ആണ് കാണാനുള്ളത്. താഴെ എത്ര ബെഡ്റൂമാണ്? താഴെ 2 ബെഡ്റൂമാണ്. മുകളിൽ ഒരു ബെഡ്റൂമും. ഓക്കെ, അപ്പം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഡോറിന്റെ കൊടുത്തേക്കുന്ന കളറും ഫ്രെയിമിന് കൊടുത്തേക്കുന്ന കളറും ഇതും വളരെ നൈസ് കളറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മാസ്റ്റർ റൂം. ലിവിങ്ങിലൊക്കെ ഉള്ള സെയിം ഫ്ലോർ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ ഒരു കിങ് സൈസ് ബെഡ്, വളരെ എലഗൻറ്റ്, നല്ല ക്ലാസി ആയിട്ട് ടീക്കാണ് അല്ലേ പോയേക്കുന്നത്. പിന്നെയും സെയിം ആ ഗ്രേ കളറിൻ്റെ സ്യൂട്ട് മെറ്റീരിയലിൻ്റെ ഒരു കുഷനാണ് ഇവിടെ ഹെഡ് ബോർഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല നീറ്റായിട്ട് 2 ഡെക്കോർ എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഹോം ഡെക്കോറിൽ തന്നെ ആയിരിക്കും അല്ലേ. അതെ അതെ അതെ. അപ്പം ഒരു സൈഡിലായിട്ട് ത്രൂ ഔട്ട് സീലിംഗ് വരെയുള്ള ഹൈറ്റിൽ തന്നെ ലോഫ്റ്റ് സൗകര്യം ഒക്കെ വെച്ചുകൊണ്ട് തന്നെ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് മാത്രം ഒരു സട്ടിൽ വയലറ്റ് കളർ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താ മെറ്റീരിയൽ? ഇത് പ്ലൈയിൽ ലാമിനേറ്റ് ആണ്. അതെ, പ്ലൈവുഡ് വിത്ത് ലാമിനേഷൻ ആണ്. ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബെഡ്റൂം വാർഡ്രോബ്സ് എല്ലാം ഫെറോസിമെന്റിൽ സ്ട്രക്ചർ ചെയ്തിട്ട് നമ്മൾ പ്ലൈവുഡ് വിത്ത് ലാമിനേഷൻ ഡോർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതൊരു സൂപ്പർ ടിപ്പാണ് കേട്ടോ. ഉള്ളിലത്തെ പാർട്ടീഷൻ എല്ലാം പ്ലൈ യൂസ് ചെയ്യുന്നതിന് പകരം ഫെറോസിമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ സൈഡ് മാത്രം ജസ്റ്റ് ഒരു അതിനൊരു സ്ട്രക്ചർ പോലെ പ്ലൈവുഡ് കൊടുത്തിട്ട് അതിനകത്താണ് ഈ ഡോറ് കൊടുത്തിരിക്കുന്നത്. അല്ല ഡയറക്റ്റ് ഫെറോസിമെന്റിക്ക് ഹിഞ്ചസ് വെക്കുമ്പോൾ അതിന്റേതായ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ഫ്രണ്ടിൽ ഒരു ഫ്രെയിം പോലെ ഇവര് പ്ലൈയില് പോയിട്ടുണ്ട്, അതിലാണ് ഇത് ആങ്കർ ചെയ്തേക്കുന്നത്. പക്ഷെ അതിനകത്തെ സ്ട്രക്ചർ, ആ പാർട്ടീഷൻ എല്ലാം ഫെറോസിമെന്റ്. ഓക്കെ, അപ്പം ബെഡ്റൂമിന്റെ ഈ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഒരു വിൻഡോ സ്പേസ് ആണ്. അത് മുകളിലായിട്ട് ഒരു വെന്റിലേഷൻ ഒക്കെ കൊടുക്കുന്ന ഏരിയയിലായാലും ഇങ്ങനെ ഒരു ലീനിയർ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഒരു ബേ വിൻഡോ സ്പേസും ആണ് കൊടുത്തിരിക്കുന്നത്. അത് ലൈറ്റ് കയറാനുള്ള പർപ്പസ് അല്ലേ മെയിൻ? അതെ അതെ, മീൻസ് പ്ലോട്ടിന്റെ കിടപ്പ് വശം വെച്ചിട്ട് ഒരു സൈഡ് ബാത്റൂമാണ്. അപ്പൊ ആ ഒരു ഇതുകൊണ്ടാണ് വെന്റിലേഷന് വേണ്ടിയിട്ടാണ് മാക്സിമം ലൈറ്റ് കയറട്ടെന്ന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഒരു വിൻഡോ കൂടെ ചെയ്തത്. ഓക്കെ, അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബേ വിൻഡോ ആണ്. ഓക്കെ, ഫ്ലോർ ടൈലാണ് ഇതിൽ. അതെ, കുഷൻ ചെയ്യാനായിരുന്നു ആദ്യം പ്ലാന്, പിന്നെ ആ ഒരു ബഡ്ജറ്റ് എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം ഡ്രസ്സിംഗ് ഏരിയയുടെ ഒരു സ്പേസ് കറക്റ്റ് ഒരു അകത്തോട്ട് കയറി ഒരു ഐസൊലേറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അല്ലേ. അപ്പം നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു മിറർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് മേടിച്ചതാണോ അതോ കസ്റ്റം ചെയ്തതാണോ? ഇതും കസ്റ്റം ചെയ്യിപ്പിച്ചത്. വളരെ മിനിമലായിട്ടുള്ള ഒരു ഫ്രെയിം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു എലഗൻസ്, ഒരു ക്ലാസ് ഫീൽ ഉണ്ട്. നേരെ ഡ്രസ്സിംഗ് മിററിന്റെ താഴെ തന്നെ കറക്റ്റ് അതേ വിഡ്ത്തിലൊക്കെ സ്റ്റോറേജ് കൊടുക്കുന്നതിന് പകരം ഇതിങ്ങനെ ഒരു ഇറഗുലർ പാറ്റേൺ പോലെ കൊടുത്തേക്കുന്നതുകൊണ്ടൊക്കെ ഒരു
കണ്ടംപററി ലുക്ക് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ വാർഡ്രോബിൽ കണ്ട അതേ ഒരു പർപ്പിളിന്റെ ഒരു ഷെയ്ഡ് ഇവിടും പോകുന്നുണ്ട്. ഇതൊക്കെ ലാമിനേറ്റ് തന്നെ, ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അല്ലാതുള്ള ലൈറ്റും സൗകര്യം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റിലോട്ട് കയറാം. ടോയ്ലറ്റിന്റെ ഡോർ ആയാലും FRP ഡോറാണ്, പക്ഷെ അതിന്റെ പാറ്റേൺ ഒക്കെയാണ് അതിന്റെ ഒരു സ്റ്റൈൽ, ഐ മീൻ ഒരു ഫീല് വരുന്നത്. അതുപോലെ ഈ ഡോറും എക്സാക്ട്ലി കറക്റ്റ് നിങ്ങൾ ആ നമ്മുടെ ഈ ബെഡ്റൂം ഡോറിന്റെ പെയിന്റുമായിട്ട് എങ്ങനെയാണ് ഇത് സംഭവം ചെയ്തേക്കുന്നത്? ആക്ച്വലി ബാത്റൂം ഡോർ ആണ് ആദ്യം സെലക്ട് ചെയ്തത്. തന്ന കളേഴ്സിൽ എനിക്ക് ഈ ഒരു ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഒരു ഡിഫറെന്റ് കളർ. അപ്പം ഇതിന്റെ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ബെഡ്റൂം കളറിന് പെയിന്റ് മാച്ച് ചെയ്തത്. അതെല്ലാം കറക്റ്റ് ഏതാദ്യം നോക്കി സെലക്ട് ചെയ്യണമെന്നൊക്കെ നോക്കിയിട്ട് തന്നെ ഇതിന്റെ പീസും പിടിച്ചോണ്ട് പോയില്ലേ പെയിന്റ് കടയില്? പീസ് പിടിച്ച് പോയതുകൊണ്ടും കാര്യമില്ല, നമ്മൾ മിക്സ് ചെയ്ത് വന്നപ്പോഴും പലതവണ അടിച്ചു നോക്കി ട്രയൽ ചെയ്തിട്ട് തന്നെയാണ്. 5-6 തവണയൊക്കെ ട്രയൽ ചെയ്തിട്ടുണ്ട്. പെയിന്റ് ചേട്ടന്മാര് നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നെ കണ്ട്. അങ്ങനെ കുറെ തെറിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫിനിഷിംഗിലോട്ട് വന്നേക്കുന്നത്. അതെ, വാൾ പെയിന്റ് ആയാലും. ഓക്കെ, നമുക്ക് ഇതിനകത്തോട്ട് കയറാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് തന്നെയാണ്. ഫ്ലോർ ലെവലിൽ നിന്ന് നല്ല താഴ്ത്തി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതെ അതെ, ഒരു വെള്ളത്തിന്റെ ഇത് വരാതിരിക്കാൻ താഴ്ത്തിയിട്ടാണ്. ടൈൽ ഇൻസേർട്ടഡ് ആയിട്ടുള്ള ഡ്രെയിൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രിപ്പുള്ള മാറ്റ് ഫിനിഷ് ടൈൽ. ഇത് ഏതിന്റെയാണ് ഈ ടൈൽ? ഇത് കജാരിയുടെ മാറ്റ് ആണ്. കജാരിയുടെ തന്നെ വോൾട്ടേജാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ചെറിയൊരു പാറ്റേൺ ആണ്. നല്ല ത്രൂ ഔട്ട് ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നീറ്റ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മിനിമൽ ആണ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ്. ഇത് കന്നിമൂലയാണ്, അതുകൊണ്ടാണ് ഇവിടെ ഒരു കട്ടിംഗ് ആയിട്ട് ടോയ്ലറ്റ് കന്നിമൂലയിൽ വരാൻ അതുകൊണ്ടാണ് കട്ട് ചെയ്തത്. കന്നിമൂല ഡ്രസ്സിംഗ് യൂണിറ്റ് പോലെ ആക്കി. അടുത്ത ബെഡ്റൂം ആണ്. അതെ അതെ, കിഡ്സ് റൂമാണ്. സെയിം പെയിന്റ് സെയിം ഇത് തന്നെ കൊടുത്തിരിക്കുന്നു. മാസ്റ്റർ റൂമിൽ കണ്ട പോലെ തന്നെ സെയിം സ്ഥലത്ത് ബേ വിൻഡോയും ലീനിയർ വിൻഡോ ഒക്കെ പോയിട്ടുണ്ട്. ഇത് അയണിംഗ് ടേബിൾ ആണ് അല്ലേ? അയണിംഗ് ടേബിൾ കം സ്റ്റഡി ടേബിൾ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഒരു മൾട്ടിപർപ്പസ് ടേബിൾ ആണ്. ഇത് ഫോൾഡ് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിനെല്ലാം തന്നെ ആ ഡോറിന്റെയും ബാത്റൂം ഡോറിന്റെ ഒക്കെ സെയിം ഫിനിഷിലുള്ള മൈക്കയാണ് കൊടുത്തിരിക്കുന്നത്. FRP ഡോർ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒരു ഗ്രേ കളറിന്റെ ഒരു പാറ്റേൺ ആണ്. ഗ്ലോസി വാൾ ടൈലായിട്ട് കൊടുത്തിരിക്കുന്നു. താഴെ ആണെങ്കിൽ അതിന്റെ തന്നെ മാറ്റ് ഫിനിഷിൽ പോയേക്കുന്നു. ഒരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റും ഉണ്ട്. മറ്റേ റൂമിന്റെ അത്രയും സ്പേസ് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് കുറവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മുകളിലോട്ട് കയറാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നതായാലും ഇത് ഒരു ഡബിൾ ഹൈറ്റ് സ്പേസിൽ ഡയറക്റ്റ് ഇത് മൊത്തം സ്ട്രക്ചറൽ സ്റ്റീൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈവൻ ഇവിടെ ഒരു പ്രൊജക്ഷൻ ഇവിടെ കുറച്ചും കൂടെ അവർ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഭിത്തിക്കും ഈ കാണുന്ന സ്ലാബിലും ഒക്കെ അവർ ബോൾട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ 2 ഡെക്കോർ ലൈറ്റ് ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നീതു പറഞ്ഞിരുന്നു സ്റ്റെയറിന് ആണ് വുഡ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അല്ലാതെ ലൂസ് ഫർണിച്ചറിനൊക്കെയാണ് വുഡ് യൂസ് ചെയ്തേക്കുന്നത് അല്ലേ? കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള സൗകര്യമൊക്കെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഈ ലാൻഡിങ് ആയാലും സ്റ്റെയർ സ്റ്റെപ്സ് എല്ലാം ത്രൂ ഔട്ട് മഹാഗണിയുടെ വുഡൻ പ്ലാങ്ക് തന്നെയാണ് വെച്ചിരിക്കുന്നത്. സാധാരണ മഹാഗണിയൊക്കെ കുറച്ചും കൂടി ഒരു റെഡ് കളറിലാണ് സ്റ്റെയിൻ ചെയ്ത് കണ്ടിട്ടുള്ളത്. കളർ സ്റ്റെയിൻ കുറയ്ക്കാൻ പറഞ്ഞ് അങ്ങനെ കളറിൽ ചെയ്യിപ്പിച്ചതാണ്. ഏകദേശം ത്രൂ ഔട്ട് ഇവിടുത്തെ ഭിത്തി വാള് മുഴുവൻ എടുത്ത് തന്നെയാണ് വിൻഡോ കൊടുത്തിരിക്കുന്നത്. മുകളിലും ആയാലും താഴെ ആയാലും എല്ലാം ത്രൂ ഔട്ട് ഒരേ പെയിന്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷാൻഡിലിയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സ്പേസ് കയറുന്നതിന് മുമ്പ് എന്തായാലും തുറന്ന് നടക്കുന്നുണ്ട് ഇതെന്ന് കാണാം. ഓക്കെ, ഇത് ഒരു ബെഡ്റൂം ആണ്, പക്ഷെ ഇവര് ഫർണിഷ് ചെയ്തിട്ടില്ല അല്ലെ? ഐ മീൻ ബെഡില്ല, കോട്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഇതിന് വന്നിട്ട് ഒരു ബ്രൗണിന്റെ ഒരു ഷെയ്ഡിലുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? ഒരു ചോക്ലേറ്റ് തീമിലുള്ള ലാമിനേറ്റ് ആണ് ഇതിൽ പോയിരിക്കുന്നത്. ഏകദേശം താഴത്തെ സെയിം സൈസ് തന്നെയാണ്. ഇവിടൊക്കെ ആയാലും വുഡൻ സ്ട്രിപ്സ് പോയിട്ടുണ്ട്. ഇവര് ഓവറായിട്ടുള്ള ഒരു വാൾ ഹാങ്ങിങ്സോ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഡെക്കോർ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. ഇത് കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു എലഗൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരു ഫുൾ സൈസ് മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ കണ്ട പോലെ തന്നെ ഒരു ഡ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ്. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടുത്തെ ടോയ്ലറ്റ് ഒന്ന് കാണാം. ഓക്കെ, അപ്പം 3 ടോയ്ലറ്റിലെയും ടൈലും വാൾട്ടൈലും എല്ലാം വേറെ കളറിലാണ്. ഇതും ഏതാ സെയിം ബ്രാൻഡ് തന്നെയാണോ? കജാരി തന്നെയാണോ? അല്ല, ബാത്റൂം ടൈൽസ് സൊമാനി മിക്സ് ചെയ്തെടുത്തിട്ട്. അതെ, മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഒരു വാള് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സീ ഗ്രീൻ കളറിന്റെ ഒരു ഷെയ്ഡില്. വാൾട്ടൈൽ ജോൺസൺ ആണ് എടുത്തത്. 2 ബാത്റൂം ജോൺസൺ ആണ്. ഓക്കെ, ഇവിടും താഴെ കണ്ട പോലെ തന്നെ ഒരു നീറ്റ് സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 3 ടോയ്ലറ്റിലും താഴെ അങ്ങനെ സ്റ്റോറേജ് ഇത് കൊടുത്തിട്ടില്ല അല്ലേ? അത് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ചെയ്യാന്നുള്ള രീതിയിൽ ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പം മുകളിലത്തെ ബെഡ്റൂം കഴിഞ്ഞു. സ്റ്റെയർ ഏരിയ കയറി വരുമ്പോൾ കാണുന്ന ആ ഒരു ലിവിങ് സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സ്റ്റഡി ഏരിയ. അതായാലും വെൽ ലിറ്റഡ് ആണ് എല്ലാ സൈഡിലും. ഈ സൈഡിലും വിൻഡോ ആണ് വലിയത്, ആ സൈഡിലും വിൻഡോ ആണ്, ഈ സൈഡിലും വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഡോറ് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇവിടുന്നുള്ള നല്ല കാറ്റും അല്ലേ? കറക്റ്റ് പ്രോപ്പർ ഒരു സ്പേസ് ആണ്.
അപ്പം നമ്മൾ താഴെ കണ്ട ആ ഒരു സംഭവം ഇതാണ്. ഇവിടം വരെ ഓൾറെഡി ഉണ്ട്. ഈ ഒരു പോർഷൻ ആണ് അവർ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് പ്ലൈയില് GP പൈപ്പിൽ പ്ലൈയില് ലാമിനേഷൻ ചെയ്താണ്. സിമ്പിൾ ആയിട്ട് ഒരു എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ്. അതെ, സ്ക്വയർ ട്യൂബില്. ഇതെല്ലാം സ്റ്റീലിന്റെ തന്നെ. ഇത് സ്റ്റീലിന്റെ നമ്മൾ മെയിൻ ഡോറിൽ കണ്ട പോലത്തെ സെയിം പാറ്റേണുള്ള ടെക്സ്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ടെറസ് ഏരിയയിലോട്ട് ഇവിടെ മാത്രം ഒരു മൊറോക്കൻ അല്ല, പക്ഷെ അതുപോലത്തെ ഒരു പാറ്റേൺ ഉള്ള ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. 2x2 ഒരു ടൈലാണ്. അതും ലൈറ്റ് ഗ്രേയുടെ ഒരു ഇത്. ഇവിടുത്തെ സീലിംഗ് നല്ല ഡാർക്ക് ഗ്രേ, ഇതൊരു ലൈറ്റ് ഗ്രേ, അതിന് ചുറ്റും ഒരു ബ്ലാക്ക് ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിൽ ഇവിടെ മാത്രം ജസ്റ്റ് സ്ലൈഡിങ് UPVC ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. നല്ല വിശാലമായിട്ട് ഒരു സ്പേസ് ടെറസ് ഏരിയ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടൊക്കെ ചെയറിട്ടൊക്കെ ഇരിക്കുമോ അല്ലേ. വീടിന്റെ എലിവേഷനെ ബാധിക്കാത്ത രീതിയിൽ ഒരു പ്രോപ്പർ ഷെയ്ഡൊക്കെ ഇവിടെ വന്ന് ചെയ്യിച്ചു കഴിഞ്ഞാൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ഏരിയ ആയിട്ടൊക്കെ ഇവിടെ ആക്ട് ചെയ്യും. വേണമെങ്കിൽ അഗൈൻ പ്ലാന്റർ ബോക്സ് ഒക്കെ ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ടില്ല കർട്ടൺ പ്ലാന്റ്സോ വല്ലതും കിട്ടുകയാണെങ്കിൽ വീടുമായിട്ട് ചേരുമെങ്കിൽ അതിനനുസരിച്ചൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. എനിക്ക് നല്ല രീതിക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിൽ കൂടുതൽ എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്നത് രണ്ടുപേരുടെയും കട്ട സപ്പോർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് എവിടെയും എന്നെ ഒരു പിടിച്ചു വെക്കുന്ന പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. അത് എല്ലാ രീതിയിലും അവർക്ക് സാമ്പത്തിക പ്രശ്നം, ടെക്നിക്കലോ എല്ലാ പക്ഷേ എന്തുണ്ടെങ്കിലും അതൊന്നും ഈ വർക്കിൽ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതിൽ കലേഷേട്ടന് ഒരു വീട് എന്നുള്ള സ്വപ്നം ഉണ്ടായിരുന്നു, പക്ഷെ നീതുവിനൊരു കൊട്ടാരം എന്നുള്ള സ്വപ്നം ഉണ്ടായിരുന്നു. വീടിന്റെ ബഡ്ജറ്റ് പറയുമ്പോൾ ഇവർ കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഈ സ്ഥലം ഞാൻ വന്ന് കാണുന്ന സമയത്ത് വളരെ, അതായത് ബാക്ക് സൈഡൊക്കെ വന്നിട്ട് ഒരു 8 ഫീറ്റോളം ഡെപ്തിൽ കുഴിയായിരുന്നു. ബാക്ക് സൈഡ് അതുപോലെ ഇപ്പോൾ അവിടെ ബാക്ക് സൈഡ് നോക്കി അറിയാം, ഏകദേശം ഒരു 11 ഫീറ്റ് 12 ഫീറ്റോളം കെട്ടി കൊണ്ടുവന്ന് മണ്ണ് ഫില്ല് ചെയ്ത്, അതുപോലെ തറ ആയാലും ഞങ്ങൾക്ക് ബാക്കിൽ ഒരാൾ നിന്ന കാണാത്ത ഹൈറ്റിലായിരുന്നു ഇതിൻ്റെ ഫൗണ്ടേഷൻ അടക്കം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവർ കിണറിൽ നല്ലൊരു ഫണ്ട് ഇറക്കിയിട്ടുണ്ട്. വെല്ല് പറഞ്ഞാൽ ഫുള്ള് പാറയായിരുന്നു. എന്നിട്ട് അതെല്ലാം പൊട്ടിച്ചിട്ട് അവർ 3 ലക്ഷം 4 ലക്ഷം രൂപയോളം അതിലേക്ക് നല്ല ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ എക്സ്ട്രാ ഒരു ബോർവെൽ അടിച്ചിരുന്നു. അങ്ങനെ നല്ലൊരു ഫണ്ട് ഇതിലേക്ക് എക്സ്ട്രാ അവർ ഇറക്കിയിട്ടുണ്ട്. വർക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് എടുക്കേണ്ട മൈൻഡ് ആയിരുന്നില്ല. എന്താ വെച്ചാൽ ഓപ്പോസിറ്റിലെ ക്ലൈൻറ്റ് അത്രയും നല്ല ക്ലൈൻറ്റ് ആയതുകൊണ്ട് ഒരു ഫിക്സ്ഡ് റേറ്റ് പറഞ്ഞ് എടുത്ത വർക്കായിരുന്നില്ല ഇത്. അങ്ങനെ വർക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോയത്. അതുകൊണ്ടാണ് നല്ല രീതിക്ക് ഇത് ഫിനിഷ് ചെയ്യാനും പറ്റിയത്. ഇതിന് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 50 ലാഖിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 50 ലാഖല്ല, ശരിക്ക് കുറച്ച് കയറിയിട്ടുണ്ട്. എന്താ വെച്ചാൽ കിണറിൻ്റെ ആ വർക്ക്, അതുപോലെ ബാക്ക് സൈഡുള്ള ആ ഒരു വർക്ക് അത് സെപ്പറേറ്റ് ആയിരുന്നു നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മുന്നേ ചെയ്തു വെച്ചതായിരുന്നു. അത് ഞാൻ അതിൽ കൂട്ടാതെ ഒരു 50 ലക്ഷം രൂപയുടെ ഉള്ളിലാണ് ഈ ബഡ്ജറ്റിൽ മൊത്തം കോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽ എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ്. അത് കണ്ടതെന്ന് അറിയാമല്ലോ, അതിൻ്റെ ഫീൽ എന്ന്. ഇപ്പോൾ പെയിൻ്റ് ആയാലും അതുപോലെ തന്നെ മെറ്റീരിയൽസ് ആയാലും ഇപ്പോൾ ഇൻറ്റീരിയർ ആയാലും എല്ലാം ആ രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. എനിക്കും ഹസ്ബൻഡും ഒരുപാട് ടെൻഷൻസ് ഒന്നും ഇല്ലാതെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആള് അവിടെ ആയിരുന്നുകൊണ്ട് തന്നെ ഫുൾ ഞാനായിരുന്നല്ലോ, പുറത്താണ്. അതെ. അപ്പം ഞാനായിരുന്നു ഇവിടെ. അപ്പം ഞാനൊരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ട ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ അവരെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാം ഞാൻ വിചാരിച്ച രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. വർക്കേഴ്സും അവരെ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച അവിടേക്ക് എത്തില്ലല്ലോ. അങ്ങനെ ഒരു ചെറിയൊരു വീടാണ്, ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. പക്ഷെ അത് നല്ല രീതിയിൽ പൂർത്തിയാക്കി തന്നിട്ടുണ്ട് ഇൻസ്പയർ ബിൽഡേഴ്സ്. മെയിൻ അതാണല്ലോ, അതായത് ക്ലൈൻ്റ് ആയാലും ഒരു ബിൽഡർ ആയാലും രണ്ടുപേരും കട്ടയ്ക്ക് പോയാലാണ് ആ വർക്ക് നല്ല രീതിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സപ്പോർട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും ആ ഒരു ഡ്രീംസ് നല്ല രീതിക്ക് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്.